CPIM-ന് മറുപടിയുമായി PV അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അറിഞ്ഞിട്ടില്ല, പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും അൻവർ. ജനങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കും. ജനം അതിന് തയ്യാറുണ്ടെങ്കിൽ ആ രീതി തന്നെ ഞാൻ ആലോചിക്കും. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു എന്താ പറയാ ഒരു സോഷ്യൽ സംഘടനയെ കുറിച്ച് ഞാൻ ആലോചിക്കും. ആളുണ്ടെങ്കിൽ, ആ തരത്തിൽ ആളുണ്ടെങ്കിൽ, അത്രേ ഉള്ളൂ. മറുപടി പറയേണ്ടത് ജനങ്ങളോട് മാത്രമെന്നും PV അൻവർ. PV അൻവറുമായി ഇനി ബന്ധമില്ലെന്ന് CPIM. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി. കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെക്കുറിച്ച് അൻവറിന് ധാരണയില്ല. അൻവറിനെ പ്രതിരോധിക്കാൻ പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇറങ്ങണമെന്നും MV ഗോവിന്ദൻ. PV അൻവറിന്റെ എല്ലാ ആരോപണങ്ങളും തള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി. LDF-ന്റെ ശത്രുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശദമായി പിന്നീട് പ്രതികരിക്കുമെന്നും പിണറായി വിജയൻ. പ്രത്യാഘാതം ഭയക്കുന്നില്ലെന്ന് PV അൻവർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. തൃശൂരിലെ ATM കവർച്ചാ സംഘത്തിലെ ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തമിഴ്നാട് പോലീസുമായി ഏറ്റുമുട്ടിയത് നാമക്കലിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. ഹരിയാന സ്വദേശികളായ 5 പ്രതികൾ പിടിയിൽ. പണം കടത്തിയത് കണ്ടെയ്നർ ലോറിയിൽ. ADGP-യെ 3-ാം ദിവസവും വിമർശിച്ച CPI മുഖപത്രം ജനയുഗം. പൂര ദിവസം റവന്യൂ മന്ത്രിക്ക് സ്ഥലത്തെത്താൻ കഴിയാത്ത വിധം വഴിമുടക്കിയെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. സുരേഷ് ഗോപിക്ക് ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്താൻ അവസരമുണ്ടാക്കി. ഗൂഢാലോചനയുടെ മറ നീക്കുന്ന അന്വേഷണം അനിവാര്യമെന്നും ജനയുഗം. ചിറ്റൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ DNA ഫലം പോസിറ്റീവ്. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിച്ച് DNA പരിശോധനാ ഫലം. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാളെ രാവിലെയോടെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷ.